നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. 20-കാരനായ മുസ്ലിം സുഹൃത്തിന്റെ കൊലയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത 19-കാരിയുടെ മരണം പുനരന്വേഷിക്കണം ഉത്തരവിട്ട് സുപ്രീം കോടതി. പെൺകുട്ടിയുടെ അസ്വാഭാവിക മരണം അന്വേഷിക്കാൻ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ ഉത്തർപ്രദേശ് DGPയോട് കോടതി നിർദ്ദേശിച്ചു. കേസ് പോലീസ് കൈകാര്യം ചെയ്ത രീതി കോടതി ചോദ്യം ചെയ്യുകയും സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു. യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചുമത്തിയ ആത്മഹത്യാ പ്രേരണ കേസും കോടതി റദ്ദാക്കി. യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന് കുടുംബം ആരോപിച്ച് 10 മണിക്കൂറിന് ശേഷമാണ് പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ഇരുവരും 12ാം ക്ലാസ് വരെ ഒരുമിച്ചാണ് പഠിച്ചത്. 2022 സംഭവം. വീട്ടിൽ കയറിയ കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇത് ചെയ്തതെന്നാണ് പിന്നീട് അവർ പറഞ്ഞത്. ഇരുവരും ബന്ധത്തിലാണെന്ന ഊഹാപോഹങ്ങൾ തക്കാലത്ത് പരന്നിരുന്നു. ഇത് അവരുടെ കുടുംബങ്ങൾക്കിടയിലും നിരസമുണ്ടാക്കി. എന്നാൽ ഈ ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടില്ല. 14 മാരക പരിക്കുകൾ, ഷോക്ക്, രക്തസ്രാവം എന്നിവ മരണകാരണമാണെന്ന് യുവാവിന്റെ പോസ്റ്റ്മോർട്ടം സ്ഥിരീകരിച്ചു. അതേസമയം യുവാവിന്റെ കുടുംബമാണ് പെൺകുട്ടിയെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് യുവതിയുടെ ബന്ധുക്കൾ ആരോപിച്ചതായി പരാതി നൽകി. തുടർന്ന് യുവാവിന്റെ പിതാവിനെതിരെ UP പോലീസ് കേസെടുക്കുകയായിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കമുള്ള ക്രിമിനൽ നടപടികളും ചുമത്തി. എന്നാൽ സുപ്രീം കോടതി ഈ നടപടികൾ റദ്ദാക്കി. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, സഞ്ജയ് കരോൾ, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. പെൺകുട്ടിയുടെ ബന്ധുവിന്റെയും കുടുംബാംഗങ്ങളുടെയും മൊഴി മാത്രം കേട്ടാണ് പോലീസ് കേസെടുത്തതെന്ന് ഇത് ഏകപക്ഷീയമാണെന്നും കോടതി കണ്ടെത്തി. മകനെ മർദ്ദിച്ചു കൊന്നുവെന്ന യുവാവിന്റെ കുടുംബാംഗങ്ങൾ നൽകിയ കേസ് നിലനിൽക്കവെയാണ്